അപ്പോഴുണ്ടല്ലോ ഇന്ന് ഞാനൊരു ക്രാഫ്റ്റാണ് ചെയ്യുന്നത്. ക്രാഫ്റ്റിൽ നമ്മുടെ എപ്പോഴത്തെ പോലെ തന്നെ വാൾ ഹാങ്ങിങ് ആണ്, അതും ഐസ്ക്രീം സ്റ്റിക്സ് ഉപയോഗിച്ചിട്ട്. അതിന് വേണ്ടിയിട്ടുള്ള സംഭവങ്ങളാണ് നമ്മുടെ കുറച്ച് ഫ്ലവേഴ്സ്, ഐസ്ക്രീം സ്റ്റിക്സ്, പിന്നെ ഗ്ലൂ. ഈ തവണ ഞാൻ ഗ്ലൂ ഗണ്ണാണ് യൂസ് ചെയ്യുന്നത് നമ്മുടെ ക്രാഫ്റ്റിന് വേണ്ടിയിട്ട്. കാരണം ഫെവിക്കോളിലൊന്നും ഇരിക്കത്തില്ലെന്ന് തോന്നുന്നു, ഗ്ലൂ ഗണ്ണ് തന്നെ വേണ്ടി വരും. അപ്പോൾ അത് ഞാനിവിടെ കുത്തിയിട്ടിട്ടുണ്ട്. അപ്പോൾ നമ്മുടെ ക്രാഫ്റ്റിലേക്ക് നേരെ പോകാം. നമ്മൾ സ്റ്റിക്കിൻ്റെ ഒരു സൈഡിൽ ഗ്ലൂ അപ്ലൈ ചെയ്യുവാണേ. ഇത് നമ്മൾ ഒരു സൈഡിൽ പശ വെച്ചിട്ട് ജസ്റ്റ് ഒന്നിങ്ങനെ ഒട്ടിച്ചു കൊടുക്കണം. നമ്മൾ ഏകദേശം ഈ ഒരു ഷേപ്പിൽ ഒരു സൈഡിൽ ഗം തൂത്തിട്ട് ഒട്ടിക്കണം, എന്നിട്ട് ഇവിടെയും കവർ ചെയ്യണം. ഇങ്ങനത്തെ ഒരു 3 ഉണ്ടാക്കണം. ഇതൊരു സ്റ്റാൻഡ് പോലെ നമുക്ക് ഫ്ലവേഴ്സ് അറേഞ്ച് ചെയ്ത് വെക്കാൻ വേണ്ടിയിട്ടാണ്. നമ്മൾ ഗ്ലൂ ഗൺ അപ്ലൈ ചെയ്തപ്പോൾ കുറച്ച് ഗ്ലൂ പുറത്തേക്കൊക്കെ പോയിട്ടുണ്ടായിരുന്നു. അത് നമുക്ക് ജസ്റ്റ് ഒരു ബ്ലേഡ് വെച്ചിട്ട് ഇങ്ങനെ ചെത്തി കളയുമ്പോൾ അതൊന്നും പൊക്കുള്ളൂ. അപ്പോൾ ഇത് ചെയ്യുമ്പോൾ കൊച്ചു കുട്ടികളൊന്നും ചെയ്യരുത്, വലിയ ആൾക്കാരും സൂക്ഷിച്ച് ചെയ്യണം, അല്ലെങ്കിൽ ഇതുപോലെ മുറിഞ്ഞു പോകും. ഇതിന് ഒട്ടിച്ച് വെച്ചിട്ട് ബാക്കി ചെയ്യാം. അപ്പോൾ നമ്മളുണ്ടല്ലോ ഈ സംഭവം 3 മതി. ഇനി നമുക്കൊരു 4 വെച്ചിട്ടൊരു സ്ക്വയർ പോലെ ഷേപ്പ് ചെയ്ത് എടുക്കാം. അപ്പം നമ്മൾ 4 സ്റ്റിക്ക് വെച്ചിട്ടൊരു സ്ക്വയർ ഉണ്ടാക്കിയിട്ടുണ്ട്. ഇതുപോലെ ഒരു 6 വേണം, ഇതോടുകൂടി 6 വേണം. അപ്പൊ നമുക്ക് ബാക്കി ഉണ്ടാക്കാം. അപ്പൊ നമ്മൾ 6 സ്ക്വയർ ഷേപ്പ് ഉണ്ടാക്കിയിട്ടുണ്ട്. ഇനി നമ്മൾ ഇത് ചെയ്ത് കഴിഞ്ഞു. നമ്മുടെ ക്രാഫ്റ്റിന്റെ അവസാനത്തെ സ്റ്റേജിലേക്ക് എത്തിയിട്ടുണ്ട്. ഇനി നമ്മൾ ഇതെല്ലാം അറേഞ്ച് ചെയ്ത് വെക്കുന്നതിലാണ്. ഇങ്ങനെ വെച്ചൊന്ന് സ്റ്റിക്ക് ചെയ്യാം. അത് കഴിഞ്ഞിട്ട് ഇത് ഈ സ്ക്വയറിൽ കൂടെ വെച്ചിട്ട് സ്റ്റിക്ക് ചെയ്യുക. ഈ സ്ക്വയർ ഇവിടെ വെച്ചിട്ട് ഇങ്ങനെ സ്റ്റിക്ക് ചെയ്യാം. എന്നിട്ട് ഇതിൻ്റെ നടുക്കായിട്ട് നമുക്ക് ഇതിവിടെ വെക്കാം, ഇവിടെ വെക്കാം, ഇവിടെ പൊട്ടിച്ചിട്ട് ഒന്ന് കാണാം. അപ്പോൾ നമ്മുടെ പോപ്സിക്കൽ സ്റ്റിക്സ് ഒക്കെ നമ്മൾ കറക്റ്റായിട്ട് അറേഞ്ച് ചെയ്ത് ഒട്ടിച്ചിട്ടുണ്ട്. ഇനി അതിലേക്ക് വേണ്ടിയിട്ടാണ് ഈ ഫ്ലവേഴ്സ്. അപ്പോൾ ഇതോടുകൂടി നമുക്ക് വേണമെങ്കിൽ ഇതിൽ ഫിറ്റ് ചെയ്യാം, നല്ല ഭംഗിയായിരിക്കും. പക്ഷെ നമ്മുടെ കയ്യിൽ അതില്ല, അതുകൊണ്ട് നമുക്കിതിൽ ഓരോ സ്റ്റെമ്മായിട്ട് നമുക്ക് കട്ട് ചെയ്തിട്ട് ഇതിൽ നമുക്ക് വെക്കാം. അപ്പോൾ ഡിസൈനിൽ ചെറിയൊരു മാറ്റമുണ്ട്, കാരണം അത്രയും നീളത്തിലിരിക്കുമ്പോൾ ഒരു ബലയില്ലാതെ ഇങ്ങനെ കിടന്ന് ഷേക്ക് ചെയ്യുക. അപ്പോൾ ഞാൻ വേറൊരു ഐഡിയ വെച്ച് ഇങ്ങനെ വെക്കാൻ നോർത്തു. അപ്പോൾ നമ്മളത് എന്തായാലും ഇതാണ് ഫൈനലായിട്ടുള്ള നമ്മുടെ ഈ വാൾ ഹാങ്ങിങ്ങിൻ്റെ ഡിസൈൻ. അത് നമ്മൾ ഇവിടെ ജസ്റ്റ് ഒട്ടിച്ചു കൊടുക്കാം. ഇതാണ് നമ്മുടെ ഫൈനൽ വാൾ ഹാങ്ങിങ്ങിൻ്റെ ഡിസൈൻ. മറ്റേത് വെക്കുമ്പോൾ നീളമായതുകൊണ്ട് കിടന്ന് ഷെയ്ക്ക് ചെയ്തുകൊണ്ടിരിക്കുന്നു. ഇത് നമ്മുടെ വാൾ ഹാങ്ങിങ്ങിലേക്ക് നമുക്കാണെങ്കിൽ ഫ്ലവേഴ്സ് അറേഞ്ച് ചെയ്യാം. നമ്മുടെ ലാകപ്പാടെ 5 ഉള്ളൂ, അപ്പോൾ അതനുസരിച്ച് നമുക്ക് അറേഞ്ച് ചെയ്ത് വെക്കാം. സൈഡിൽ എല്ലാം ഓരോന്ന് വെച്ചിട്ട് നടുക്ക് നമുക്ക് 3 വെക്കാം. നമ്മുടെ വാൾ ഹാങ് ക്രാഫ്റ്റ് ഇതായിരുന്നു. അപ്പോൾ എങ്ങനെയുണ്ടെന്നൊക്കെ കമൻറ്റ് ചെയ്യണം. അതുപോലെ തന്നെ നമ്മുടെ കുട്ടികളൊക്കെ ഇതൊന്ന് ട്രൈ ചെയ്ത് നോക്കണം. പിന്നെ നമ്മുടെ എക്സ്ട്രാ വരുന്ന ഗ്ലൂ നമ്മൾ പീൽ ചെയ്ത് കളയുമ്പോൾ അത് മുതിർന്നവർ ആയാലും സൂക്ഷിച്ച് ചെയ്യണം, കുട്ടികളുടെ കയ്യിൽ കൊടുക്കരുത്. അത് വീട്ടിലെ പേരൻസ് ഒക്കെ ചെയ്ത് കൊടുക്കണം. അപ്പോൾ ഇത് ഇത്രേ ഉള്ളൂ, സിമ്പിളായിട്ടുള്ളൊരു ചെറിയൊരു ക്രാഫ്റ്റ്. വേറൊരു വീഡിയോ ആയിട്ട് പിന്നെ കാണാം. ടാറ്റാ.